സിമ്പിൾ കൊഞ്ച് റോസ്റ്റുമായിട്ടാണ് ഇന്ന് അമൃത ആൻഡ് ഗോപു നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതുണ്ടാക്കാനോ ആകെ വേണ്ടത് 15 മിനിറ്റ് മാത്രം. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി. അടുക്കള സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കൊന്നും ഈ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ പാചകം പഠിച്ചു വരുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർക്ക് ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവയിട്ടു. ഇതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില ഇതിത്രയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഉലുവയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ മൂക്കിലോട്ടൊരു മണം അടിച്ചു കയറും. തുമ്മി ഒരു വഴിക്കായി. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. 2 സവാളയും കുറച്ചേറെ കൊച്ചുള്ളിയുമാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് വഴലുന്ന സമയം കൊണ്ട് നമുക്ക് കൊഞ്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പുറത്തടുപ്പിലാണ് ഞാനത് വേവിച്ചത്. എന്തായാലും അത് അവിടെ കിടന്ന് വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഇവിടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേർക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ശകലം മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ഇത്രയും മാത്രം ചേർത്താൽ മതി. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എരിവിൻ്റെ പരുവം ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. അത് നമ്മുടെ വീട്ടിലെ പരുവം അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ടിപ്പൂടെ പറഞ്ഞു തരട്ടെ. നമ്മൾ സാധാരണ ഉള്ളി ഒരുവിധം മൂത്തതിന് ശേഷമാണ് തക്കാളി ഇടുന്നത്. അങ്ങനെ ചെയ്യാതെ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം തക്കാളി ഇടുവാണെങ്കിൽ മസാലയും തക്കാളിയും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നല്ല രീതിക്ക് കുഴമ്പ് രൂപത്തിൽ കിട്ടും. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഈ കൊഞ്ചിനെ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് ഇളക്കി മസാലയും കൊഞ്ചും എല്ലാം ഒന്നിച്ചകത്തക്ക പോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. ഇനി ഗ്രേവി വേണമെന്ന് താല്പര്യമുള്ളവർക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരിച്ചിരി കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. അതല്ല ഗ്രേവി വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി കുറച്ച് നേരവും കൂടി അടുപ്പത്തിട്ട് ഇങ്ങനെ ഇളക്കി അതൊരു നമുക്കൊരു ഫ്രൈ രൂപത്തിലാക്കി കിട്ടും. ഞാനിതൊരു ശകലം ഗ്രേവി പരുവത്തിലാട്ടോ ആക്കിയെടുക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ഗ്രേവി ആയിട്ടിരുന്നാലേ ഇഷ്ടപ്പെടത്തുള്ളൂ. ഡ്രൈ ആയിട്ടിരിക്കുന്നത് വലിയ പിടുത്തമില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി. ഞങ്ങളിതൊരു വാഴയിലയിലോട്ടാണ് കേട്ടോ ഇട്ടത്. നമ്മുടെ നാടൻ രുചികളെല്ലാം വാഴയിലയിലല്ലേ. ഈ വാഴയിലയുടെ മണവും കൂടി വരുമ്പോഴത്തേന് അതിൻ്റെ സ്വാദും ഒന്നുകൂടി കൂടും. ഇതിൻ്റെ മണം കേട്ട് അയൽക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്താ സ്പെഷ്യൽ അവിടെ എന്ന്. വല്ലപ്പോഴുമൊക്കെയുള്ളൂ ഇങ്ങനെയുള്ള മണങ്ങൾ ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് പുറത്ത് വരുന്നത്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ. ഫുള്ള് കൊഞ്ചിൻ്റെ ഒരു ആഡംബരമാണ്. ഒരു സൈഡിൽ കൊഞ്ചും മാങ്ങ, ഒരു സൈഡിൽ ചക്ക വേവിച്ചത്, ഇനി ഒരു സൈഡിലോട്ട് ഞങ്ങളുടെ കൊഞ്ച് റോസ്റ്റ് ഇട്ടു. പൂക്കളം ഇട്ടതുപോലെ കളർഫുള്ളായിട്ടുണ്ട്. എന്താ ഭംഗി. ഇനി കഴിക്കുമ്പോഴും ഇതേ രുചി തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൊള്ളാമെങ്കിലും പറയണം, കൊള്ളത്തില്ലെങ്കിലും പറയണം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.